ഇടുക്കി ജില്ലയിൽ പരക്കെ മഴ ലഭിക്കുന്നുണ്ട്. രാത്രിയൊക്കെ നല്ല ശക്തമായ മഴ മലയോര മേഖലയിൽ ലഭിച്ചിരുന്നു. രാവിലെ മഴയ്ക്ക് ഒരല്പം ശമനമുണ്ട് എന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരം. പക്ഷേ ഒരു അനിഷ്ട സംഭവങ്ങളൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. പക്ഷേ ഡാമിലേക്കുള്ള നീരൊഴുക്കുകൾ വർദ്ധിച്ചിട്ടുണ്ട്. പ്രധാനമായും ചെറിയ ഡാമുകളായിട്ടുള്ള കല്ലാർകുട്ടി, അതോടൊപ്പം തന്നെ പാമ്പ്ള, ഈ രണ്ട് ഡാമുകളുടെ ഷട്ടറുകളാണ് ഉയർത്തിയിരിക്കുന്നത്. കല്ലാർകുട്ടി ഡാമിൻ്റെ ഷട്ടർ 1 മീറ്റർ വരെ ഉയർത്താൻ ജില്ലാ ഭരണകൂടം അനുമതി നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പാമ്പ്ള ഡാമിൻ്റെ ഷട്ടർ 50 സെൻറ്റിമീറ്ററാണ് ഉയർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പെരിയാറിൻ്റെയും മുതിരപ്പുഴയാറിൻ്റെയും തീരത്ത് ഉള്ളവർ ജാഗ്രത പാലിക്കണം. കാരണം ഈ പുഴയിലെ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുണ്ട്. ശക്തമായ മഴയുള്ളത് കൊണ്ട് തന്നെ നീരൊഴുക്കും ശക്തമായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ തീരത്ത് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം എന്നൊരു നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇനി വരും മണിക്കൂറുകളിലും മഴ ശക്തമായാൽ ജില്ലയിലെ ചെറു ഡാമുകളും തുറക്കേണ്ടി വന്നേക്കാം. കാരണം കഴിഞ്ഞ ആഴ്ച ശക്തമായ മഴ പെയ്തിരുന്നു. അതിനെ തുടർന്ന് ഒരുവിധം എല്ലാ ഡാമുകളിലും ചെറിയ ഡാമുകളിലെ ജലനിരപ്പ് ഏതാണ്ട് അതിൻ്റെ സംഭരണ ശേഷിയോടടുത്താണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ വീണ്ടും മഴ പെയ്താൽ കൂടുതൽ വെള്ളം ഡാമുകളിൽ നിന്ന് പുറത്തേക്ക് ഒഴുക്കേണ്ടി വരും. വലിയ ഡാമുകളുടെ കാര്യത്തിൽ ഇപ്പോൾ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ല. മുല്ലപ്പെരിയാർ ഡാമിലും അതോടൊപ്പം തന്നെ ഇടുക്കി ഡാമിലും കൂടുതൽ വെള്ളം സംഭരിക്കാൻ കഴിയും. മുല്ലപ്പെരിയാർ ഡാമിലെ ജലനിരപ്പ് 130 അടിക്ക് മുകളിലേക്ക് എത്തിയിരുന്നു. തമിഴ്നാട് കൊണ്ടുപോകുന്ന വെള്ളത്തിൻ്റെ അളവ് ശരാശരി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ആവറേജ് വെള്ളം കൊണ്ടുപോകുന്നുണ്ട്. പക്ഷേ ഒരു ശക്തമായ മഴ, തുടർച്ചയായ മഴ പെയ്താൽ തീർച്ചയായിട്ടും ഡാമിലെ ജലനിരപ്പ് 136 അടിക്ക് മുകളിലേക്ക് എത്തും. 142 അടി വരെയാണ് പരമാവധി വെള്ളം സംഭരിക്കാൻ കഴിയുന്നത്. പക്ഷേ തമിഴ്നാട് റൂൾ കർവ് പാലിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ 142 അടിയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ഷട്ടറുകൾ തുറക്കാനാണ് സാധ്യത. പക്ഷേ ഇപ്പോഴും കൂടുതൽ വെള്ളം സംഭരിക്കാൻ മുല്ലപ്പെരിയാർ ഡാമിൽ കഴിയും. ഇടുക്കി ഡാമിനെ സംബന്ധിച്ച് ഒരു ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലവിലില്ല. കാരണം അതിൻ്റെ ഒരു 30-40% വെള്ളം മാത്രമാണ് ഇടുക്കി ഡാമിൽ ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഒരു വലിയ ഒരാഴ്ച നീണ്ടുനിന്ന മഴ പെയ്താൽ പോലും ഇടുക്കി ഡാമിൻ്റെ കാര്യത്തിൽ ആശങ്കപ്പെടേണ്ടതില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ മലയോര മേഖലയിൽ മഴ ശക്തമായി തുടരുകയാണെങ്കിൽ കഴിഞ്ഞ ആഴ്ച ഉണ്ടായതിന് സമാനമായി പലയിടത്തും മണ്ണിടിച്ചിലും മരം വീണുള്ള അപകടങ്ങളും ഉണ്ടാകാനുള്ള സാധ്യത നിലവിലുണ്ട്. കഴിഞ്ഞ ആഴ്ച പെയ്ത അതിശക്തമായ മഴയിൽ ജില്ലയിലെ വൈദ്യുത ശൃംഖല ഏതാണ്ട് പൂർണ്ണമായും തകർന്ന അവസ്ഥയിലായിരുന്നു. അത് പുനഃസ്ഥാപിച്ചിട്ടേ ഉള്ളൂ.